ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷൻ എടുത്ത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, റിഡോക്സ് റിയാക്ഷൻ, റിഡോക്സിന്റെ ഡെഫിനിഷൻ കേട്ടോ ഓർത്ത് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ വരാത്ത ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കും. ഇവിടെ ഓർത്ത് നോക്കാം, ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ ഓർത്ത് നോക്കാം, റിഡോക്സിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഈസ് നോൺ ആസ് റിഡോക്സ്. ഇത് നിങ്ങൾ പഠിച്ചത് 10th ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ്. ഓർമ്മയുണ്ടോ? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, അത് കഴിഞ്ഞാൽ ആൻസിഡിറ്റി ഒക്കെ പഠിച്ചത് അല്ലേ? ഓക്കെ, ആ ഡെഫിനിഷൻ ആണ് വരുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയും, അത് കഴിഞ്ഞാൽ ഹരി പറയും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഈസ് നോൺ ആസ് റിഡോക്സ്. ഹരി വേഗം പറഞ്ഞു. Reduction, redox. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മള് ലാസ്റ്റ് 2 ക്ലാസ് എടുത്തു. അത് ഇവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അതിന്റെ ഒന്ന് ബ്രീഫ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അതിന്റെ ലാസ്റ്റ് ക്ലാസ്സിലുണ്ടായി. ഓക്കെ, അതുകൊണ്ട് ചോദിക്കണില്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓക്സിഡേഷന്റെ ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ 10th പഠിച്ചതാണ്. ഓക്സിഡേഷൻ ഡെഫിനിഷൻ ഒന്ന് പറയാം, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്തായിരുന്നു 10th പഠിച്ച അതേ വേർഡ് തന്നെയാണ്, അഡീഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറയും? അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്ന് പറഞ്ഞ ഓക്സിജന്റെ പോലെ ഇലക്ട്രോ നെഗറ്റീവ് ആരൊക്കെ ഉണ്ട്? ഫ്ലൂറിൻ, ക്ലോറിൻ അല്ലെ? അതൊക്കെ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അത് ആഡ് ചെയ്താലും അതിനെന്ത് വിളിക്കും? ഓക്സിഡേഷൻ. അപ്പോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ദെൻ നമ്മൾ അവിടെ പറയുന്നത് വേറെയാണ്, ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ റിമൂവ് ചെയ്യും. ഹൈഡ്രജൻ എന്തായിരുന്നു? ഇലക്ട്രോ പോസിറ്റീവ് അല്ലെ? ഇലക്ട്രോ പോസിറ്റീവിനെ നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി പറയും. അങ്ങനെയാണ് ഓക്സിഡേഷൻ കഴിയുക. ഇനി റിഡക്ഷൻ വരുമ്പോ നമ്മൾ എന്ത് പറയും അല്ലെ? അഡീഷൻ ഓഫ് ഓക്സിജന് പറയുമ്പോൾ എന്ത് പറയും? റിമൂവൽ ഓഫ് ഓക്സിജൻ. റിഡക്ഷൻ എന്താണ്? റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. അപ്പൊ മറ്റേ ഓക്സിഡേഷനെ ഓപ്പോസിറ്റ് ആക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിഡക്ഷൻ കിട്ടും. ഇതാണ് ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്തപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എഴുതി. അതോടുകൂടി ആ ടോപ്പിക് തീർന്നു. കാരണം അത് നിങ്ങൾ 10th പഠിച്ചതാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൂ. കാരണം ഈ ചാപ്റ്ററിൽ അതിനെയല്ല ഉദ്ദേശിക്കുന്നത്, അതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ്. അടുത്ത ടോപ്പിക് മുതൽ ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ എത്തും. അതാണ് നമ്മൾ എടുത്തത്. ഇലക്ട്രോണിന്റെ വ്യൂവിൽ പറയണം. അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും എന്തിന്റെ വ്യൂവിലാണ് പറയാൻ പോണേ? ഇനി ഇലക്ട്രോണിന്റെ വ്യൂ. അതിപ്പോ നിങ്ങൾ എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും. ഇലക്ട്രോണിന്റെ വ്യൂവില് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും ഇല്ലാത്തൊരു കോമ്പൗണ്ട് ആണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. Na+Cl2 gives 2NaCl. ഓർത്തോ, ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത കൺസെപ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാണ്. അതുകൊണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് തന്നെയാ പറയുന്നത്. ഈ Na എന്ന് പറയുന്നത് Na+ ആകും. NaCl എങ്ങനെയാ നിൽക്കുന്നത്? Na+. കാരണം എന്താ? ഇലക്ട്രോ പോസിറ്റീവ് ആണ് അല്ലെ? അവര് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. നമ്മൾ ട്രാൻസ്ഫറിംഗ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 10th പഠിച്ചേക്കുന്നതാണ്. Na+. Cl എന്താവും? Cl-. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് Na+ ആകും അല്ലെ? ഓർത്ത് നോക്കാം. നമ്മൾ എങ്ങനെ എഴുതിയാ പോരെ? ഓക്കെ, അപ്പോ ഇലക്ട്രോൺ എന്താവും? ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ? ലോസ് ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും? ഓക്സിഡേഷൻ. ഇത് ഓക്സിഡേഷൻ ആണ്. അപ്പോ ഓക്സിഡേഷൻ ഉണ്ടോ? ഓക്സിഡേഷൻ ബ്രാക്കറ്റിൽ എന്ത് എഴുതും നമ്മള്? ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ? ലോസ് ഓഫ് ഇലക്ട്രോൺ, ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ. അങ്ങനെയാണെങ്കിൽ Cl നോക്കിയേ, Cl- അല്ലെ? ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. ഗെയിൻ ചെയ്താൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും? റിഡക്ഷൻ. അപ്പോ ഇലക്ട്രോണിന്റെ വ്യൂവില് നമ്മൾ റിഡക്ഷൻ പറയുന്നത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും? റിഡക്ഷൻ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഓക്സിഡേഷന്റെ ഡെഫിനിഷൻ, ഓക്സിഡേഷൻ ഇലക്ട്രോണിന്റെ വ്യൂവിൽ എന്തായിരിക്കും? ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ഒരു ഒരെണ്ണം പഠിച്ചാൽ മതി, മറ്റേ നമ്മുടെ ബ്രെയിൻ ആലോചിച്ചോളും കേട്ടോ. ഓക്കെ, ഓക്സിഡേഷൻ മാത്രം പറഞ്ഞാൽ മതി. എന്ത്? ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ അല്ലെ? ഓക്കെ, അപ്പോ അത് ക്ലിയർ ആയി. ഈ ഒരു കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതി, അങ്ങനെ എഴുതി പോയി കേട്ടോ. ഓർത്തോ, ഇതാണ് നമ്മൾ സെക്കൻഡ് ടോപ്പിക് ആയിട്ട് മെയിൻ ആയിട്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി അവിടെ തീർത്തു. അപ്പോ ഏതൊക്കെ മെത്തേഡ് ഇപ്പൊ കഴിഞ്ഞു? നമ്മൾ 10th പഠിച്ച ആദ്യത്തെ മെത്തേഡ് എന്താ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെ? ആൻഡ് റിമൂവൽ ഓഫ് ഓക്സിജൻ. ആ കഥയാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ എന്തിന്റെ വ്യൂവിൽ പറഞ്ഞു?
ഇലക്ട്രോണിന്റെ വ്യൂല് പറഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് തേർഡ് മെത്തേഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മെത്തേഡ്, അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ എടുത്തത്. അത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. എന്തായിരുന്നു? ഓക്സിഡേഷൻ നമ്പർ. കേട്ടോ, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ചേക്കുന്ന രണ്ട് റൂളിനേക്കാളും ഏറ്റവും കൂടുതൽ റിഡോക്സ് കണ്ടെത്താനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത് ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ടാണ്. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾ ആണ്. എന്തായിരുന്നു? സെറ്റ് ഓഫ് റൂൾസ്. ആ സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ടാണ് ഇനി നമ്മൾ റിഡോക്സ് ചെയ്യാൻ പോകുന്നത്. കേട്ടോ, ഓക്കെ. അതില് റൂൾ നമ്പർ 1 കേട്ടോ ഓർക്കുക, അത് ബാക്കി എല്ലാവരും കൂടി ചോദിക്കും. കേട്ടോ ഓർക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാര് കേട്ടോ, ഓക്കെ, അവരോടൊക്കെ ഞാൻ ചോദിക്കും. ആ 5 റൂൾസുകൾ സിംപ്ലിഫൈ ചെയ്ത്, അത് വലിയ റൂളായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് 6 റൂൾസ്. അതിൽ ആദ്യത്തെ റൂൾ പറയുന്നത് കേട്ടോ, ഓക്കെ, ഇവിടെ ഇരിക്കുന്ന, കാരണം എന്നാലേ കണ്ടിന്യൂഷൻ വരുള്ളൂ. ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ടോപ്പിക് നമുക്ക് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ നമ്പറിൽ ഫസ്റ്റ് റൂൾ പറയുന്നത് ഫ്രീ സ്റ്റേറ്റ്, ഒരു എലമെന്റ് ഫ്രീ സ്റ്റേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്, ഓക്സിഡേഷൻ നമ്പർ 0. ഒന്ന് പറഞ്ഞേ, ഫ്രീ സ്റ്റേറ്റ് ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്, ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0. അതാണ് ഫസ്റ്റ് റൂൾ. അങ്ങനെയാ വന്നാൽ ഈ ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷനിൽ ഇത് കണ്ടോ, ഈ എന്നെ ആരായിട്ടെങ്കിലും റിയാക്ട് ചെയ്യാതല്ലേ ഇരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0. Cl2 ആരായിട്ടെങ്കിലും കമ്പൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? 0. NaCl പറ്റില്ല, ജോയിൻ ചെയ്തിട്ടുണ്ട്. ആണോ ഓർത്ത് നോക്കുക. അപ്പൊ ആദ്യത്തെ റൂള് പറയാണ്, ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മോളിക്യൂൾ എങ്ങനെയായിരിക്കണം? അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഓർ എങ്ങനെയായിരിക്കും? ഫ്രീ സ്റ്റേറ്റ്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ 0. കേട്ടോ ഓർത്ത് നോക്കുക. അപ്പോ NaCl2 O2 അങ്ങനെ ഇത് കണ്ടോ, ഒറ്റയ്ക്ക് നിൽക്കണം. കേട്ടോ ഓർത്ത് നോക്കുക. അങ്ങനെ വന്നാൽ എന്തായിരിക്കും? അത് 0. ഇതാണ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ കേട്ടോ ഓർത്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ വേർഡിൽ എഴുതിയിട്ടുണ്ട്, വലിയ റൂൾ ആയിട്ടൊക്കെ എഴുതി പോയിട്ടുണ്ട്. കേട്ടോ ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അടുത്ത പറയുന്നത് ചാർജ് ഓഫ് അയോൺ ഉണ്ടെങ്കിൽ, കേട്ടോ ഓർത്ത് നോക്കുക, ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ചാർജ് ഉണ്ടെങ്കിൽ അത് ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ ആണ്. ഒരു എക്സാമ്പിൾ പറയാം, Al3+ എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത് ഒരു ഇക്വേഷനിൽ. ഇതുപോലെ ഇക്വേഷൻ എഴുതുമ്പോൾ Al3+ അങ്ങനെ എഴുതിയേക്കാണ് എങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 3 ആയിരിക്കും. O2- ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? -2. അപ്പോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എലമെന്റ് അതിന്റെ ചാർജ് എഴുതിയാൽ ചാർജ് ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ. സെക്കൻഡ് റൂൾ ആണ്, ചാർജ് ഈക്വൽ ടു പറഞ്ഞേ ഓക്സിഡേഷൻ നമ്പർ, ചാർജ് ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ. തേർഡ് റൂൾ കേട്ടോ, ഇവരെ വായിച്ച തേർഡ് റൂൾ. Oxygen, for oxygen the oxidation number is -2 except for peroxide and സൂപ്പർ ഓക്സൈഡ്. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് എഴുതിയിരിക്കുന്നതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞുതരാം. സാധാരണ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്ന കോമ്പൗണ്ടുകൾക്കെല്ലാം ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആയിരിക്കും, ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഓക്സിജന്റെ കോമ്പൗണ്ടുകൾ അല്ലെ എന്ന് പറഞ്ഞാൽ വെള്ളം H2O അപ്പോ എത്രയായിരിക്കും വാല്യൂ? -2. കേട്ടോ ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഓക്സിജന്റെ കോമ്പൗണ്ട് പറഞ്ഞു, ഓസോൺ O3. ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പഠിച്ചത്. O3 വ്യത്യാസമുണ്ട്. O3 ഒറ്റയ്ക്കല്ലേ, അപ്പൊ എന്തായിരിക്കും? 0. O3 എന്ന് അയാൾ പറഞ്ഞു അല്ലെ. O3 അതൊരു കോമ്പൗണ്ട് അല്ല, ഒരു എന്താണ് മോളിക്യൂൾ ആണ്. അത് എത്ര വരും? 0. കേട്ടോ ഓർത്ത് നോക്കാം. അല്ലാതൊരു കോമ്പൗണ്ട് അടുത്ത ആൾ പറഞ്ഞു, എല്ലാവരും കൊണ്ട് പറയിപ്പി, ആലോചിച്ച് വെച്ചു. കാർബൺ ഡൈ ഓക്സൈഡ്. കേട്ടോ ഓർത്ത് നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എഴുതാണ്. കേട്ടോ ഓർത്ത് നോക്കുക. അത് നമ്മുടെ ഈ കാറ്റഗറിയിൽ വരും, CO2. അങ്ങനെ വന്നാൽ ഇതിലെ ഓക്സിജന്റെ ചാർജ് -2 ആയിരിക്കും. കേട്ടോ ഓർത്ത് നോക്കാം. വേറെ ഒരു കോമ്പൗണ്ട് പറഞ്ഞു, എന്തെങ്കിലും ഓക്സൈഡ് ചേർത്ത് പറ. NO2 അല്ലെ, ഓർത്ത് നോക്കുക. NO2 കോപ്പർ ഓക്സൈഡ് അല്ലെ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ MgO. അങ്ങനെ വരുന്ന എല്ലാ കോമ്പൗണ്ടുകളും ജനറൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകളും നിങ്ങളുടെ മനസ്സിലെല്ലാം വരാം. അതിനെല്ലാം എന്തായിരിക്കും? -2. അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? -2. കോമ്പൗണ്ടുകളുടെ അകത്ത് -2 ഫിക്സ്ഡ് ആണ്, കിട്ടണം. കാരണം ഈ റൂൾ പഠിച്ചു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അല്ലെ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ ഇതൊരു ഗെയിം പോലെ എടുക്കുകയാണെങ്കിൽ അല്ലെ, ഗെയിമിന്റെ എല്ലാ റൂൾ അറിഞ്ഞാൽ മാത്രമേ ഗെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഇപ്പൊ ഈ റൂൾ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. കേട്ടോ ഓർത്ത് നോക്കുക. അതാണ് ഇതിൽ മെയിൻ ഏരിയ വരുന്നത്. കേട്ടോ ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റൂൾ ഡിസ്കസ് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. 2 ചെയ്തു. 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. എന്നാലും ഇന്നും ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ അവർക്ക് വിഷമാവും. അപ്പോ നോർമലി ഇതാണ് -2 എന്ന് പറയുന്നത് ഓർത്ത് വെക്കേണ്ടത്. ഇനി എക്സെപ്ഷൻ ഉണ്ട്, ഓക്സിജന് ഉള്ള എക്സെപ്ഷൻ പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്. ഏതൊക്കെയാ? പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്. അവര് വന്നാൽ മാത്രം നിങ്ങൾ ആ വാല്യൂ -2 കൊടുക്കരുത്. പെറോക്സൈഡ് കാണാതെ പഠിച്ചു നോക്കണം. പെറോക്സൈഡ് കേട്ടോ ഓർത്ത് നോക്കാം. പെറോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2.
ഇതിൽ ഓക്സിജന്റെ ചാർജ് ആണ് -1. ഓക്സിജന്റെ ചാർജ് എന്തായിരിക്കും? -1. ഒരു സിംഗിൾ ഓക്സിജന്റെ ആണ്. Na2O2 ഇതിലെന്തായിരിക്കും? -1. അപ്പോ Na2O2 ഓക്സിജന്റെ ചാർജ് എന്തായിരിക്കും? -1. H2O വെള്ളമാണെന്ന് അറിയാം അല്ലെ. H2O2 എന്താ? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ? ക്ലെൻസിങ് ആക്ഷൻ ഒക്കെ ആയിട്ട് വരുന്നതാണ്. മറ്റേ എന്താണ് ഈ ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ ഉപയോഗിച്ചേക്കുന്നത് ചില്ലൊക്കെ കയ്യിലൊക്കെ അല്ലെ, ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചില്ലൊക്കെ കയ്യിൽ കുത്തിക്കയറില്ലേ? അങ്ങനെ കുത്തിക്കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടൺ വെച്ച് തുടച്ചാൽ എന്ത് പറ്റും? ഉള്ളിലേക്ക് വീണ്ടും പോകും അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുക്കും. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താണ്? ഇതുപോലെ ചെറിയ ആയിട്ടുള്ള ഡസ്റ്റ്, അതുപോലെ ചെറിയ ഈ പറയുന്ന ഗ്ലാസിന്റെ ഒക്കെ പൗഡേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്തൊരു വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ചില്ലിന്റെ ഒക്കെ ആ ചെറിയ ഇതിനൊക്കെ എന്ത് ചെയ്യും? മുകളിലേക്ക് വരും കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾ വീടുകളിലൊക്കെ മറ്റേ ക്ലെൻസിങ് ആക്ഷൻ ഒക്കെ വെക്കും. അതിലേക്ക് എങ്ങാനും എന്തെങ്കിലും വല്ല ഡസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും കേട്ടോ. ഓർത്ത് നോക്കാം, പൊട്ടിത്തെറിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾക്ക് കിട്ടും ഈ കടകളിലെ മറ്റേ എന്താ ലേഡീസ് സ്റ്റോഴ്സ് ഇല്ലേ, അവിടെയൊക്കെ കിട്ടും. പക്ഷെ അതിലേക്ക് എങ്ങാനും ഒരു കുറച്ച് പൗഡർ പോലത്തെ എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ ഈ ഡസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പൊ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വരുന്നത് H2O2 ഓർക്കാൻ വേണ്ടിയിട്ടാണ്. Na2O2 ഈ രണ്ട് എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് വന്നാൽ ഓക്സിജൻ എത്രയായിരിക്കും? -1. സൂപ്പർ ഓക്സൈഡ് ഉണ്ട്. വൺ വേർഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റൻ ആയിട്ട് തന്നെ കിടക്കുന്നതാണ് സൂപ്പർ ഓക്സൈഡ്. KO2 കാണാതെ പഠിച്ചു നോക്കണം. KO2 ഇതിന് -½ ആണ്. എന്തായിരുന്നു? -½ -1/2 × 2 എത്ര കിട്ടും? -1. ഇത് -1 ആണെങ്കിൽ പൊട്ടാസ്യം എന്താണ്? +1. അപ്പൊ എന്താവും? ടോട്ടലി ന്യൂട്രൽ. അങ്ങനെയാണ് ഈ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ സൂപ്പർ ഓക്സൈഡിന്റെ പേര് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കുക. എന്തായിരിക്കും അത്? -1. ഈ രണ്ട് എക്സാമ്പിൾസ് ഇപ്പൊ കിട്ടണം കേട്ടോ. ഞാൻ ചോദിക്കും. ദെൻ ഇത് പെറോക്സൈഡ്, ഇത് സൂപ്പർ ഓക്സൈഡ്. സൂപ്പർ ഓക്സൈഡ് എന്താ? KO2 കേട്ടോ. എത്രയായിരിക്കും ചാർജ്? -½ കേട്ടോ. ഒരു ഓക്സിജന്റെ ചാർജാ -½ അപ്പൊ രണ്ടെണ്ണം ആവുമ്പോ എന്താ? -½ × 2 എത്ര കിട്ടും? -1. അപ്പൊ ഒരു വൺ വേർഡിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ് KO2 O2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. O2 എത്രയായിരിക്കും? -1. O എത്രയായിരിക്കും? -½ നമ്മൾ മോളിൽ ഇരുന്നു ഒരു എലമെന്റിന്റെയാണ്. -1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെയാണ്. -1 × 2 എത്ര വരും? -2. അപ്പൊ ഇവിടെ എന്ത് വരും? അല്ലെ +2. അപ്പൊ എന്താ? ന്യൂട്രൽ ആവും. +1 × 2 +2 കണ്ടോ. ഓർത്തു. അങ്ങനെയാണ് അത് ന്യൂട്രൽ ആയി വരുന്നത്. ഓക്കെ, ഇതാണ് തേർഡ് റൂൾ. അപ്പൊ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? അവിടെ പറയാന്ന് പറഞ്ഞു. ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? ഫ്രീ സ്റ്റേറ്റ് ഓർ എന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ? 0 അല്ലെ. സെക്കൻഡ് റൂൾ എന്തായിരുന്നു? ഓക്കെ, പറയണം. അല്ലെ, ചാർജ് ഈക്വൽ ടു. അപ്പൊ എന്താ വരും? Al3 + Mg2 + എത്രയായിരിക്കും? 2. Al3 + 3 അല്ലെ. അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് മീനാക്ഷി പറഞ്ഞു തേർഡ് റൂൾ. -2. ദെൻ പെറോക്സൈഡ് എന്തായിരിക്കും? ഇവിടെ പറഞ്ഞു പെറോക്സൈഡ് -1. സൂപ്പർ ഓക്സൈഡ് 1/2 കേട്ടോ. അപ്പൊ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഫോർത്ത് റൂളിലേക്ക് പോകുമ്പോ കേട്ടോ ഓർത്ത് നോക്കാം. ഫോർത്ത് റൂൾ ഇന്നലെ വായിച്ചു. ഫോർത്ത് റൂൾ എന്തായിരുന്നു? ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് The oxidation number of hydrogen is +1 except when it is bonded to the metal. Okay. It is -1 in a binary compound. അവിടെ ശ്രദ്ധിക്കുക, ഹൈഡ്രജന് H2O അങ്ങനെ വരുന്ന ഹൈഡ്രജന്റെ ഓൾമോസ്റ്റ് എല്ലാ കോമ്പൗണ്ടുകൾക്ക് +1 ആയിരിക്കും. പക്ഷെ എക്സെപ്ഷൻ ഒരാളുണ്ട്, അത് ഓർത്ത് നോക്കുക. ഈ ഹൈഡ്രജൻ മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്യുക. മെറ്റൽ എന്ന് പറഞ്ഞാൽ NaH, CaH2 ഇങ്ങനെ മെറ്റൽ ഹൈഡ്രജനും വരും. മെറ്റൽ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. മെറ്റൽ എന്താ? ഇലക്ട്രോ പോസിറ്റീവ്. ഹൈഡ്രജനും ഇലക്ട്രോ പോസിറ്റീവ് ആണ് അല്ലെ. ഓർത്ത് നോക്കുക. ഹൈഡ്രജനും ഇലക്ട്രോ പോസിറ്റീവ് ആണ്, മെറ്റലും ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ Na പ്ലസ് ആകും, H മൈനസ് ആകും, -1. അപ്പൊ ഹൈഡ്രൈഡില് H എന്താവും? -1 കേട്ടോ. ഓർത്ത് നോക്കാം. Na എന്താവും? പ്ലസ് ആവും. അപ്പൊ എക്സെപ്ഷൻ ആണ് NaH. NaH എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബൈനറി മെറ്റൽ ഹൈഡ്രൈഡ്. എന്നാ ഇതിനെന്താ വിളിക്കുന്നത്? മെറ്റൽ ഹൈഡ്രൈഡ്. ഹൈഡ്രജനെ എക്സിബിറ്റ് ചെയ്യുന്ന എന്തായിരിക്കും? -1. അപ്പോ ജനറലി ഈ സോഡിയം ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഹൈഡ്രജനും ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞു അല്ലെ. വിമലിന്റെ കഥയാണ് പറഞ്ഞു. വിമൽ എന്തായിരുന്നു? ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ട് സോഡിയം എടുത്തു അല്ലെ. വിമലിനെ നമ്മൾ സോഡിയം ആയിട്ടാണ് എടുത്തത് കേട്ടോ. ഓർത്ത് നോക്കാം. വിമല് സോഡിയം ആയിട്ടാണ് എടുത്തത് അല്ലെ. നമ്മൾ രണ്ടുപേരും കൂടി ചായ കുടിക്കാൻ പോയി കേട്ടോ. ഓർത്ത് നോക്കാം. ഞാനും വിമലും കൂടി ചായ കുടിക്കാൻ പോയി അല്ലെ. ആ കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പൊ ഓർത്ത് നോക്കാം. വിമല് ആദ്യം എന്ത് ചെയ്യുന്നു അല്ലെ? ഇതാ എന്നെയാണ് വിമല് ഓൾറെഡി
കേട്ടോ. വിമല് പേയ്മെന്റ് കൊടുക്കാൻ പോയി, ഞാനും പേയ്മെന്റ് കൊടുക്കാൻ പോയി കേട്ടോ. ഓർത്ത് നോക്കാം, ഞങ്ങൾ രണ്ടൊരു ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, ദെൻ വിമൽ എന്ത് ചെയ്തു? ഫോഴ്സ്ഫുള്ളി കൊടുക്കും. കാരണം എന്താ? വിമല് ഹൈഡ്രജനേക്കാളും എന്നെക്കാളും ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ വന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഫോഴ്സ്ഫുള്ളി ഇത് എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ വന്നാൽ ഇയാൾ പോസിറ്റീവ് ആയി മാറും, ഇയാൾ എന്തായി? മൈനസ് ആയി വന്നു. രണ്ടുപേരും ഇലക്ട്രോ പോസിറ്റീവ് ആണ്. പക്ഷെ വേറൊരു സിറ്റുവേഷൻ കൂടി പറഞ്ഞു. എന്തായിരുന്നു? വിമലിന് ഓർമ്മയുണ്ടോ? മെറ്റലും ഹൈഡ്രജനും പോസിറ്റീവാ. ആ സമയത്ത് നെഗറ്റീവ് വരുന്ന ആൾക്കാരാണ്. നെഗറ്റീവ് വരുമ്പോൾ ആരൊക്കെ വരും? ഇലക്ട്രോ നെഗറ്റീവ് വരുമ്പോൾ ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അവരൊക്കെ എന്നാ നോൺ മെറ്റലാ. നോൺ മെറ്റൽ എപ്പോഴും എന്ത് ചെയ്യുള്ളൂ? റിസീവ് ചെയ്യുള്ളൂ കേട്ടോ. റിസീവ് ചെയ്യുള്ളൂ. നോൺ മെറ്റൽ എപ്പോഴും എന്തായിരിക്കും? റിസീവ് ചെയ്യും. കാരണം അത് പറയാൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ പോസിറ്റീവ് ആവുന്നത്? നോൺ മെറ്റൽ ആണ് എങ്കിൽ പോലും പോസിറ്റീവ് ആണ്. ജനറലി നോൺ മെറ്റൽ ആണെങ്കിലും എന്താണ്? പോസിറ്റീവ് ആണ്. ബാക്കി ആൾക്കാരെല്ലാം ആരൊക്കെയാണ്? നമ്മൾ CH4 എടുക്കുമ്പോൾ എന്തായിരിക്കും? ഹൈഡ്രജൻ അവിടെ പോസിറ്റീവ് ആയിട്ട് നിൽക്കും. അപ്പൊ എക്സെപ്ഷൻ എവിടെ മാത്രമേ വരുന്നുള്ളൂ? മെറ്റൽ ആൻഡ് ഹൈഡ്രജൻ. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ഓർത്ത് വെക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. മെറ്റൽ ആൻഡ് കാണാൻ പഠിക്കല് എന്തെങ്കിലും റീസൺ എന്തെങ്കിലും ഒക്കെ കഥയൊക്കെ വെച്ചിട്ട് ഓർക്കണം, അല്ലെങ്കിൽ ഇത് മറന്നു. ഒരെണ്ണം പ്ലസ് മൈനസ് ദൈവമേ എന്നെ വെച്ചോ പ്ലസ് ഒരു ഐഡിയ കിട്ടില്ല, ഒരു പിടുത്തവും കിട്ടില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഓർത്ത് നോക്കാം. ഇതാണ് 4th പോയിന്റ് അല്ലെ. 5th പോയിന്റ് ഹാലജന്റെ അല്ലേ? In all its compounds, fluorine has an oxidation number of. ഫ്ലൂറിന്റെ ഫിക്സ്ഡ് ആണ് -1. കാണാതെ പഠിച്ചു നോക്കണം. ഫ്ലൂറിൻ എന്തായിരുന്നു? -1. ഫ്ലൂറിൻ എന്തായിരുന്നു? -1. അത് ഫിക്സ്ഡ് ആണ്. അതാണ് പറയുന്നത്. ഓർത്ത് നോക്കുക. ഹാലജൻ പറയുമ്പോൾ ആരൊക്കെയാ? ക്ലോറിൻ, ബ്രോമിൻ, ഹൈഡ്രജൻ. അവർ ജനറലി -1 ആണ്. പക്ഷെ ചില സമയത്ത് പോസിറ്റീവ് ആവും. ചില സമയത്ത് എന്താവും? പോസിറ്റീവ് ആവും. പോസിറ്റീവ് ആവുന്ന ഒരു കേസ് കാണിച്ചു തരാം. അപ്പൊ ഫ്ലൂറിൻ -1 ഫിക്സ്ഡ് ആണ്. ക്ലോറിനും ബ്രോമിനും ജനറലി -1 ആണ്. പക്ഷെ ചില സമയത്ത് എക്സെപ്ഷൻ ഇതാണ്. OF2 ഉണ്ട്. OCl2 ഇങ്ങനൊരു കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. HOCl2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഓർത്ത് നോക്കുക. ഇനി OCl2 എന്ന് എഴുതുകയാണ്. ആക്ച്വലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ, ക്ലോറിൻ കേട്ടോ. ഓർത്ത് നോക്കുക. ClO2 എന്ന് എഴുതാൻ നേരെ തിരിച്ച് ClO2. ഇവിടെ ഓക്സിജനും ക്ലോറിനും എടുത്താൽ ആരാണ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്? ശരിക്കും രണ്ടും ഇലക്ട്രോനെഗറ്റീവ് ആണ്. ആരാണ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്? ആരായിരിക്കും? ക്ലോറിൻ ആണോ ഓക്സിജൻ ആണോ? ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഓർഡർ ഇതാണ്. ഏറ്റവും ഹൈയസ്റ്റ് ഫ്ലൂറിൻ വാല്യൂ 4, സെക്കൻഡ് ഹൈയസ്റ്റ് ഓക്സിജൻ 3.4 കേട്ടോ. തേർഡ് ഹൈയസ്റ്റ് നൈട്രജനും വരുന്നുണ്ട്, ക്ലോറിനും വരുന്നുണ്ട്. രണ്ടിനും 3 ആണ് കൊടുത്തേക്കുന്നത്. അതിൽ കമ്പാരിറ്റീവ്ലി നൈട്രജൻ ആണ് കയറി നിൽക്കുന്നത്. ഇതാണ് ഓർഡർ. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി ആൾക്കാരൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോ ഓക്സിജനും ക്ലോറിനും വന്നാൽ ആരാണ് പവർഫുൾ ആയിട്ട് ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുന്നത്? ആരാണ് പവർഫുൾ ആയിട്ട് വരുന്നത്? ഓക്സിജൻ. അങ്ങനെ വരുമ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ക്ലോറിൻ ജനറലി -1 ആണ്. ക്ലോറിൻ ആരായിട്ട് ജോയിൻ ചെയ്യുമ്പോ? ഓക്സിജൻ ആയിട്ട് ജോയിൻ ചെയ്യണ സമയത്ത് നോർമലി വരുന്നത് എന്തായിരിക്കും? ഇവിടെ ക്ലോറിൻ ഓക്സിജൻ എത്ര വരും? -2. ഫിക്സ്ഡ് ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഓക്സിജൻ എന്തായിരുന്നു? -2 അല്ലേ? -2 × 2 എത്ര വരും? -4. അപ്പൊ ക്ലോറിൻ എന്ത് വരും? +4. ക്ലോറിൻ എന്ത് വരും? +4. അപ്പൊ ക്ലോറിന് +4 +6 അങ്ങനെയൊക്കെ വരുന്നത് ഈ സിറ്റുവേഷൻ ആണ്. മനസ്സിലായി? രണ്ടുപേരും ഇലക്ട്രോ നെഗറ്റീവ് ആണ് അല്ലെ? രണ്ടുപേരും ഇലക്ട്രോ നെഗറ്റീവ്. അങ്ങനെ വരണ സമയത്ത് ആരാണോ പവർഫുൾ അയാൾ ജയിക്കും. നേരത്തെ സിറ്റുവേഷൻ പറഞ്ഞ പോലെ ഇതുണ്ട്. ഈ പേന ഇയാളെ ഞാനും കൂടി പിടിച്ചു വലിക്കുന്നു അല്ലെ? ഓർത്ത് നോക്കാം. മോർ പവർഫുൾ ആയിട്ടുള്ള ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ അവർ രണ്ടുപേർക്കുണ്ട്. ഓക്കെ. അപ്പോ ഓർത്ത് വെക്കാം, മോർ പവർഫുൾ ആയിട്ടുള്ള ആള് എന്ത് ചെയ്യും? അതിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഓർത്ത് വെക്കാം. അതുപോലെ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ്. രണ്ടുപേരും ഇലക്ട്രോണിനെ പിടിച്ച് എന്ത് ചെയ്യുന്ന ആൾക്കാരാണ്? വിഡ്രോ ചെയ്യുന്നതാണ്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് പോസിറ്റീവ് റീസൺ? മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ത് ചെയ്യും അല്ലെ? ഇലക്ട്രോണിനെ പിടിച്ച് വിഡ്രോ ചെയ്യും കേട്ടോ. ഓർത്ത് വെക്കാം. അങ്ങനെ വരുന്ന കേസാണ്. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലോറിൻ, ഫ്ലൂറിൻ അവർക്ക് ജനറലി -1. ഇത് എക്സെപ്ഷൻ ആയിട്ട് വളരെ സ്മോൾ ആയിട്ട് വരാനേ ചാൻസ് ഉള്ളൂ. ഇത് ഓർത്ത് നോക്കാം. 5th. ദെൻ 6th എന്തായിരുന്നു? ഓൾജിബ്രിക് വായിച്ചോ. എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ന്യൂട്രൽ ആയിട്ട് എഴുതുമ്പോൾ അതിന്റെ ഓൾജിബ്രിക് സം എത്രയായിരിക്കും? 0. ഓൾജിബ്രിക് സം എത്രയായിരിക്കും? 0. ഇതാണ് ലാസ്റ്റ് റൂള്. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിലെ റൂള്. ഇത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഞാനൊരു എക്സ്ട്രാ റൂൾ തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി പഠിച്ചു കഴിഞ്ഞാലാണ് ഈസി ആവുക എന്ന് പറഞ്ഞത് കേട്ടോ. ഓർക്കുക. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് അത്രയും ടോപ്പിക്കിന്റെ
ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസുകളിലേക്കാണ് പോയത് കേട്ടോ, ഓർത്ത് നോക്കാം. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ തേർഡ് ചാപ്റ്റർ പഠിച്ചതാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിലാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അല്ലെ, ഇത്രയെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. ഇവർക്ക് +1 ആയിരിക്കും, ഫിക്സ്ഡ് ആണ്, ഇവർക്ക് ഒരിക്കലും മാറില്ല. മെറ്റലാണ്, ഇവർ മാറില്ല, ഇത് കാണാതെ അറിയണം. ദെൻ നെക്സ്റ്റ് ഈ ഗ്രൂപ്പ് ഏതായിരുന്നു? ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇവർക്ക് +2, ഇത് കാണാതെ അറിഞ്ഞിരിക്കണം. 13th ഗ്രൂപ്പ് ഇവരും ഫിക്സ്ഡ് ആണ്, അലൂമിനിയം. ഇത്രയും പഠിച്ചാൽ മതി. ഇവിടെ ഓർത്ത് നോക്കുക, ഈ ബോറോൺ അലൂമിനിയത്തിന് 3+3. ഇത്രയും 7 റൂൾസ് കേട്ടോ. 6 റൂൾ ടെക്സ്റ്റ് ബുക്കിൽ പ്ലസ് എക്സ്ട്രാ. നമുക്ക് ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസിയാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഇത്രയും പഠിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു കേട്ടോ. അപ്പൊ മേജർ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ തുടങ്ങി കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ തൊട്ടുള്ള കാര്യം കുറെ പറയിപ്പിച്ചു കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്താൽ എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഏകദേശം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ 0. സെക്കൻഡ് എന്തായിരുന്നു? ചാർജ് വന്ന അല്ലെ, ഒരു കോമ്പൗണ്ട് ചാർജ് വന്ന അതെന്തായിരിക്കും? സെയിം തന്നെ, ചാർജ് തന്നെ ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ചാർജും സെയിം ആണ്. ദെൻ തേർഡ് എന്തായിരുന്നു? ഓക്സിജന് ജനറൽ ആണെങ്കിൽ -2, ദെൻ പെറോക്സൈഡ് ആണെങ്കിൽ -1, സൂപ്പർ ഓക്സൈഡ് ആണെങ്കിൽ -1/2. ഫോർത്ത് പോയിന്റിൽ പറഞ്ഞു ഫ്ലൂറിൻ, ഹൈഡ്രജൻ ഉണ്ടായി. ഹൈഡ്രജൻ ജനറലി +1 ആണ്. പക്ഷെ മെറ്റൽ ഹൈഡ്രൈഡ് വരുമ്പോൾ മെറ്റലും ഹൈഡ്രജനുമായിട്ടുള്ള ബൈനറി കോമ്പൗണ്ട് വന്നാൽ അതിനെന്ത് വരും? -1 വരും കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ ഹാലജനിൽ ഫ്ലൂറിൻ -1. ദെൻ ഹാലജൻസ് ഒക്കെ ജനറലി -1 ആണ്. പക്ഷെ അതർ ദാൻ ഫ്ലൂറിൻ വരുമ്പോൾ വേണമെങ്കിൽ മാറാം എന്നുള്ളൊരു ചെറിയൊരു തോട്ട് ഓർത്ത് വെക്കാം. ദെൻ അത് കഴിഞ്ഞ് ലാസ്റ്റ് പോയിന്റ് ഓൾജിബ്രിക് സം എന്തായിരുന്നു? 0. പിന്നെ ഇത് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അല്ലേ? ഓക്കെ, ഇതിൽ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യും. ഒരിക്കലും ആവില്ല കേട്ടോ. ഫ്ലൂറിൻ എപ്പോ വന്നാലും ആരാണ്? -1, കാരണം ഹൈയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആണ് അല്ലെ. ഹൈയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആണ്, അവർക്ക് ഒരിക്കലും പോസിറ്റീവ് ആവാൻ, പോസിറ്റീവ് അല്ല, ഈ -1 നിന്ന് മാറാനായിട്ടുള്ള ഒരു രീതിയിൽ വരില്ല കേട്ടോ. അപ്പൊ എക്സസൈസിൽ എവിടെ ഏതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞേ. 7.1 ഏതൊക്കെ ചെയ്തു? 7.1 എല്ലാം ചെയ്തിട്ടുണ്ടായില്ല, 4 ക്വസ്റ്റ്യൻ ആണ് ചെയ്തേക്കുന്നത് അല്ലേ. ഓക്കെ, ഓക്കെ കേട്ടോ. 7.1 G ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 7.1 G H2S2O7 ക്വസ്റ്റ്യൻ എഴുതി വെച്ചു കേട്ടോ. 7.1 എക്സസൈസ് ആണ്. അസൈൻ ഓക്സിഡേഷൻ നമ്പർ, അതിൽ കുറെ 4 ക്വസ്റ്റ്യൻ ചെയ്തു. അതിൽ G ക്വസ്റ്റ്യൻ കേട്ടോ, ഓർത്ത് വെക്കാം. G ക്വസ്റ്റ്യൻ ഇത് ഞാൻ നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരികയാണെങ്കിൽ ഇത് പറഞ്ഞു നോക്കാം. അസൈൻ ഓക്സിഡേഷൻ നമ്പർ ക്വസ്റ്റ്യൻ എഴുതട്ടോ. അസൈൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് അണ്ടർലൈൻ കോമ്പൗണ്ട്. അസൈൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് അണ്ടർലൈൻ കോമ്പൗണ്ട് H2S2O7. H2S2O7. H2S2O7 ഇതാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. അപ്പോ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം. ഇത് എസിന് നമുക്ക് ഈ എസ് ഉണ്ടല്ലോ, ഈ എസിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത്രയും സമയം പറയണ സമയത്ത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ആൾക്കാരുണ്ടാവും, അതിന്റെ ആയിരിക്കും ഇവർ അണ്ടർലൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഈ എസ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാം ഇതിന്റെയാണ് ഫൈൻഡ് ചെയ്യണം. അതിന് 2x ഇടണം കേട്ടോ, ഓർത്ത് നോക്കാം. ഒരു എസ് മാത്രം ഉള്ളായിരുന്നെങ്കിൽ എന്തിടും? എക്സ് ഇടും. ഇപ്പൊ 2x ഇല്ലേ, അതുകൊണ്ട് 2x. ദെൻ ഹൈഡ്രജന് എത്രയായിരുന്നു വന്നേക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞോളൂ. എത്രയായിരുന്നു ചാർജ്? ഹൈഡ്രജൻ +1 കണ്ടോ. ഓക്കെ, അപ്പൊ 1 × 2 കണ്ടോ, 1 × 2 + 2x പ്ലസ് ഓക്സിജന്റെ എത്രയായിരുന്നു? -2 × എന്ത് ചെയ്യണം? 7. -2 × 7. ഓക്കെ, നന്ദന ഇനി എന്ത് ചെയ്യും? ഈക്വൽ ടു എത്ര വരും? 0. എന്തുകൊണ്ടായിരിക്കും 0 എന്ന് എഴുതിയത്? ഓൾജിബ്രിക് സം 0 അല്ലെ. ഓൾജിബ്രിക് സം 0 ആണെന്ന് പറഞ്ഞു. ഇനി കണ്ടെത്തിക്കോ, വേഗം പറഞ്ഞു എഴുതിക്കും. കിട്ടിയോ? അവിടെ കിട്ടിക്കഴിഞ്ഞു. കിട്ടിയോ? 6 ആണ് കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ.
ഓൺലൈനിലിരിക്കുന്ന സാമുവൽ ദിയ കിട്ടിയോ? തനിയെ ചെയ്. എന്ത് കിട്ടിയില്ലേ മോനെ? ചെയ്തോടോ. 2 അല്ലേ? 2 പ്ലസ് എഴുതിക്കോ, ഞാൻ പറഞ്ഞു. ചെയ്താ മതി. കിട്ടിയില്ലേ? കിട്ടിയോ? ചെയ്തിട്ടാണോ കിട്ടണേ? ഇത് 2, ഇത് -40, ഇത് 2 അല്ലേ? പ്ലസ് 2x, ഇത് -14. അപ്പൊ ശരി. ഫോർട്ടീൻ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആകും, 2 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആകും. അത് ഒരുമിച്ച് കൊണ്ടുപോകണോണ്ടോ? സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യും. കിട്ടിയില്ലേ? 6. ഓക്കെ അല്ലേ? ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പ് പറ്റൂല കേട്ടോ, മര്യാദ ചെയ്യണം. ഇതാണ്ടോ കൊച്ചു ചെയ്തേക്കണം, അതുപോലെ ചെയ്യണം കേട്ടോ. ഓക്കെ, സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ, ശ്രദ്ധിക്കുക. Then next, H4P2O7 കേട്ടോ, ഓർത്ത് നോക്കാം. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിലില്ലാത്ത ഒരെണ്ണം തരാം. K2Cr2O7 കേട്ടോ, ഓർത്ത് നോക്കാം. K2Cr2O7 എൻജോയ്. K2Cr2O7. കിട്ടിയോ? K2Cr2O7. പൊട്ടാസ്യം എത്രയായിരുന്നു ഇവിടെ? ശ്രദ്ധിച്ചേ, പൊട്ടാസ്യം +1 കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് നേരത്തെ കിട്ടിയത് 6 ആണ് കേട്ടോ. ഇതിന്റെ 6 ആണ്. പൊട്ടാസ്യം 1 ആണ്. 1 × 2 പ്ലസ് ക്രോമിയം 2x. ഓക്സിജൻ എന്ത് തന്നെയാണ്? സെയിം പാറ്റേൺ അല്ലേ? -2 × 7 = 0 കണ്ടോ, ഓർത്ത് നോക്കാം. 2 + 2x -14 = 0. 2ഉം -14ഉം വന്നാൽ എന്തായിരിക്കും? 12. അപ്പൊ എന്ത് വരും? 2x - 12 = 0. 2x = 12. x = 12/2 6 കേട്ടോ, ഓർത്ത് നോക്കുക. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ നോക്കുക. ഏകദേശം ഒരേ പാറ്റേൺ തന്നെയാണ് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. 7.2 കേട്ടോ, ഓർത്ത് നോക്കുക. 7.2. Justify that the following reaction are redox reaction. Justify that, question എഴുതാം കേട്ടോ. Justify that the following reaction are redox reaction. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. CO + H2 ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെയ്തോ? ഇല്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Fe2O3 അടുത്ത ക്വസ്റ്റ്യൻ Fe2O3 plus 3CO gives 2Fe plus 3CO2. ഇത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്ക് ഒരു പോയിന്റ് എഴുതി വെക്കുക. ഓക്സിഡേഷൻ ഹൈഫൺ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യണം. ഓക്സിഡേഷൻ ഹൈഫൺ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. റിഡക്ഷൻ ഹൈഫൺ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. ഓക്സിഡേഷൻ നമ്പർ ഒരു എലമെന്റിന്റെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് റിഡക്ഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. ഓക്കെ, എഫിയുടെ എങ്ങനെ കണ്ടെത്തും? വേഗം കണ്ടെത്തിയിട്ട് അതിന്റെ മുകളിൽ എഴുതി വെക്കണം. ഇവിടെ എന്താ നേരത്തെ ചെയ്ത പോലെ 2x അങ്ങനെ ചെയ്യണം ഓരോന്നിന്റെ.
കണ്ടെത്തിയിട്ട് അതിന്റെ മുകളിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യും? ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തേ. ഈ Fe2O3 അപ്പൊ നിങ്ങൾ മാർജിനിൽ പോയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓർത്ത് നോക്കാം, സൈഡിലായിട്ട് ചെയ്ത് നോക്കുക. ഇതെന്തായിരുന്നു? 2x അല്ലെ. ഇതിന്റെ നേരെ താഴെ ഒന്നും എഴുതരുത്, കാരണം ഇവിടെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ എഴുതാനുള്ളതാണ്. 2x പ്ലസ് ഓക്സിജൻ എന്തായിരുന്നു? -2 × 3 = 0. അപ്പൊ എത്ര കിട്ടും? 2x - 6 = 0. x = 3 അല്ലെ, +3. അപ്പോ ഇവിടെ x = 3 എന്ന് കിട്ടി നിങ്ങൾക്ക്. അപ്പൊ ഞാൻ Fe മുകളിൽ +3, Fe +3 ആയിരുന്നു. ഓക്സിജൻ എന്താണ്? ഫിക്സ്ഡ് ആണ്, -2. 3CO കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഓക്സിജൻ ഫിക്സ്ഡ് ആണ്, -2 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? കാർബൺ എന്തായിരിക്കും? ഇത് -2 ആണെങ്കിൽ കാർബൺ എന്തായിരിക്കും? ഓൾജിബ്രിക് സം 0 അല്ലേ, +2 ആണ്. ഓർത്ത് നോക്കാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോ 0. ഇനി മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ x -2 = 0, therefore x = 2 കേട്ടോ. ഓർത്ത് നോക്കുക. ഇങ്ങനെയാണ് ഇതിനെ കണ്ടെത്തിയത്. വേണ്ട, 3 കൺസിഡർ ചെയ്യണ്ട. ഫ്രണ്ടിലുള്ള ഈ വാല്യൂ നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇനി Feയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? ഇവിടെ പറഞ്ഞു Fe എത്രയായിരിക്കും? 0 കേട്ടോ. ഓർത്ത് നോക്കുക, 0 കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടായിരുന്നു 0 എന്ന് അയാൾ പറഞ്ഞു? അൺകമ്പൈൻഡ് ആണ് അല്ലെങ്കിൽ അല്ലെ, കമ്പൈൻ അല്ല, അൺകമ്പൈൻഡ്. ഓർ ഫ്രീ സ്റ്റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? 0 എന്ന് ഓർത്ത് നോക്കുക. വെരി ഗുഡ്, 0 ആണ് എന്ന് ഓർത്ത് നോക്കുക. അൺകമ്പൈൻഡ് ആണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അതുകൊണ്ട് 0 അല്ലെ. ഓക്കെ, ഇനി CO2 ഈ കാർബൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +4. എങ്ങനെ കിട്ടി? x -4 = 0. എന്തുകൊണ്ടാ? ഓക്സിജന്റെ ചാർജ് -2 ആണ് അല്ലെ. -2 × 2 -4 = 0. So x = 4. +4 -2. ഇനി ഇവിടെ ഓർത്ത് നോക്കാം, ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് കേസ് Fe3 എന്നുള്ളത് 0 ആയി മാറി. Fe3+ ആണ് അല്ലെ, +3 ആണ്. അത് 0യിലേക്ക് ചേഞ്ച് ചെയ്തു. അങ്ങനെ 0യിലേക്ക് ചേഞ്ച് ചെയ്താൽ എന്തായിരിക്കും? കുറഞ്ഞോ കൂടിയോ? ഡിക്രീസസ് ഓർ ഇൻക്രീസസ്? ഡിക്രീസ് ചെയ്ത് എന്താണ്? വായിച്ചു നോക്കിയേ. റിഡക്ഷൻ. എന്തായിരുന്നു? റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്, റിഡക്ഷൻ. അപ്പൊ ഇവിടെ എന്ത് എഴുതും? റിഡക്ഷൻ. ബ്രാക്കറ്റിൽ എന്ത് എഴുതും? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്, റിഡക്ഷൻ. ഐഡിയ മനസ്സിലായോ? 3 +3 ആണ്, അത് 0യിലേക്ക് ഡിക്രീസ് ചെയ്തു. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്താൽ എന്താണ്? റിഡക്ഷൻ. ഇവിടെ ഓർത്ത് നോക്കാം. അതാണ് നമ്മുടെ ഈ റൂളിൽ ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇത് റിഡക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, +2 ആണ്. +2 എന്നുള്ളത് +4ലേക്ക് മാറി. അങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ എഴുതിയിട്ട് നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതണം ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഓക്സിഡേഷൻ വേഗം എടുത്തത്. അങ്ങനെയാണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലാണ് ചെയ്തത്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്, റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്, ഓക്സിഡേഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ട് ഇൻഡിവിജ്വലി ഞാൻ ചോദിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ടൈപ്പ് ചെയ്യാനുണ്ട്. (4NH3 + 5O2) 4NH3 + 5O2 4NH3 + 5O2 gives 4NO plus 6H2O plus 6H2O. ഇതുപോലെ നിങ്ങൾ ഇൻഡിവിജ്വലി ചെയ്തിട്ട് തന്നെ ഒന്ന് കാണിക്കണം കേട്ടോ. ഓക്കെ, ഓരോന്നിന്റെ എഴുതണം. നൈട്രജൻ എത്രയാണ്, ഹൈഡ്രജൻ ഫിക്സ്ഡ് ആണ് നിങ്ങൾക്ക് അറിയാം, ഓക്സിജൻ ഈ സിറ്റുവേഷനിൽ എന്തായിരിക്കും എന്നിട്ട് എഴുതാം. എന്നിട്ട് ഓക്സിഡേഷൻ ഇതുപോലെ ഇങ്ങനെ എഴുതിയിട്ട് ഇൻഡിവിജ്വലി കാണിച്ചു തരണം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ, നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മൾ ലാസ്റ്റ് ആൻസർ എഴുതാം.
കഴിഞ്ഞ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. വേഗം നോക്കുക കേട്ടോ. നോക്കിയാ നോക്കുന്നുണ്ടോ? മറ്റേത് നോക്കിയോ? പേരൊക്കെ നോക്കിയില്ലേ? ഐസോമറസ് നോക്കണം കേട്ടോ. കിട്ടിയോ? ഇല്ല, ഒരെണ്ണത്തിന്റെ എഴുതാവും മുകളിൽ കേട്ടോ. ഒരു സിംഗിളിന്റെ നമ്മൾ എക്സ് എഴുതിയിട്ടല്ലേ ചെയ്യാറ്. എച്ചിന് എത്രയായിരിക്കും ചാർജ്? ആ, ഇത് നൈട്രജന്റെ മുകളിലാണെങ്കിൽ നൈട്രജന്റെ മുകളിൽ എഴുതണം. നൈട്രജന്റെ മുകളിൽ അത്ര നൈട്രജന്റെ മുകളിൽ കേട്ടോ. ഹൈഡ്രജന് 1 ആയിട്ടാണ്, +1 എന്ന് എഴുതാവും കേട്ടോ. ഓക്കെ, 1 × 3 വരുമ്പോൾ അത് കറക്റ്റ് ആവും. ആ, മോൻ എഴുതി അല്ലേ? അല്ല, ഇതില് നൈട്രജൻ -3 ആണ്. ഇല്ല, ഒരെണ്ണത്തിന്റെ മുകളിൽ +1 തന്നെ. +1 × 2 +2 കേട്ടോ. അപ്പൊ അതിന് മാറ്റമില്ല, ഹൈഡ്രജന് മാറ്റമില്ല. മുകളിൽ +1 ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് ആലോചിച്ചു. നൈട്രജൻ -3 അപ്പൊ എന്തായിരിക്കും? ഓക്സിജൻ 0 -2 റിഡക്ഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. കിട്ടിയോ? ഇത് റൈറ്റ് ആണ്, ഇത് റൈറ്റ് ആണ്, ഇത് റോങ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരുന്നു? ഇല്ല, ഇത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അൺകമ്പൈൻഡ് സിറ്റുവേഷൻ ആണ്. 0 ഓർക്കുക. ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടോ? എഴുതി എന്നൊന്നും തന്നെ അല്ലേ? എക്സിറ്റ് കണ്ടെത്തുക ഓരോന്നിന്റെ. കിട്ടിയോ? നോക്കട്ടെ. 0 അല്ലേ എഴുതിയിരിക്കുന്നത്? +1. ആ, എഴുതിയേക്കുന്ന അത്രയും റൈറ്റ് ആണ്. ഇനി ഇതിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ കൂടി എഴുതിയാൽ കേട്ടോ. ടിക്കറ്റ് മീനാക്ഷി എഴുതിയാ? ഇത് റൈറ്റ് ആണ്, ഇത് റോങ് ആണ്. എന്താ? ഓക്സിജൻ അൺകമ്പൈൻഡ് ഓർ ഫ്രീ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0 കേട്ടോ. ആരായാലും 0 ആണ് അല്ലേ? അപ്പൊ 0. ഇത് എക്സിറ്റ് കണ്ടെത്തിയ ഓക്സിജൻ -2 അല്ലേ? അപ്പൊ എക്സ് ഓക്സിജൻ -2 എന്ന് എഴുതിക്കും. എന്നിട്ട് എക്സിറ്റ് ഇട്ട് N കണ്ടെത്തുക കേട്ടോ. അല്ല, O2 ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അങ്ങനെ വന്നാൽ 0 ആണ്. ഫ്രീ സ്റ്റേറ്റ് അല്ലേ, അൺകമ്പൈൻഡ് സ്റ്റേറ്റ് അല്ലേ? കണ്ടാ? വേണ്ട, എക്സ് വേണ്ട. ഹൈഡ്രജൻ എത്രയാ? +1, ഓക്സിജൻ -2, അങ്ങനെ എഴുതിയാൽ മതി. ഏതാ? -2. എക്സ് -2 അല്ലല്ലോ. ആരെയാ കണ്ടെത്താൻ പോണേ? അയാളാണ് എക്സ്. അപ്പൊ എന്നിന് എക്സ് ഇടും. എക്സ് +-2 = 0. അങ്ങനെ എഴുതണ്ടേ? എന്നാലല്ലേ നമുക്ക് അത് എക്സ് ഏതാന്ന് കിട്ടുള്ളൂ. ഒരു മിനിറ്റ്. റൈറ്റ് ആണ്, റൈറ്റ് ആണ്, റൈറ്റ് ആണ്, റൈറ്റ് ആണ്, റൈറ്റ് ആണ്. ഇത് എഴുതിയേക്കുന്ന എല്ലാം റൈറ്റ് ആണ്. ഇനി മറ്റേ കൂടി കണ്ടെത്താം. ഇതും റൈറ്റ് ആണ്. അതാണ് എഴുതാൻ പോകുന്ന ഓക്സിഡേഷൻ അല്ലേ ഇത്? ഓക്കെ, റൈറ്റ് ആണ്. ഓക്കെ, രണ്ടുപേരും റൈറ്റ് ആയിട്ട് കിട്ടി. ഒന്ന് വിമല്, ഇയാളും റൈറ്റ് ആയിട്ടുണ്ട്. അവിടെ എഴുതി കറക്റ്റാ കേട്ടോ. ഓർത്തോ, ഹരി കറക്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? എന്താ ചെയ്താ? വാല്യൂ മുകളിൽ എഴുതണം. വാല്യൂ മുകളിൽ എഴുതണം കേട്ടോ. -3 +1 റൈറ്റ് ആണ്. 0 നൈട്രജന് +2 ആണ്, ഓക്സിജന് -2. ഹൈഡ്രജന് ഒരെണ്ണത്തിന്റെ എഴുതാവൂ. എപ്പോഴും ഒരെണ്ണത്തിന്റെ എഴുതാവൂ. നമുക്ക് ഓൾജിബ്രിക് സം 0 ആണ്. ഒരെണ്ണത്തിന്റെ ചാർജ് ആണെങ്കിൽ മുകളിൽ എഴുതണ്ടേ 1. ഇതെന്താവും? -2. ഉണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇത് 2 ആണ്, -2 കേട്ടോ. ഓർത്തോക്കെ എഴുതാം. ഇനി അത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് കണ്ടെത്താം കേട്ടോ. കിട്ടിയോ? -3 +1 0 2 -2
+1 2. ഓക്കെ, വെരി ഗുഡ്. ഓക്സിഡേഷൻ കിട്ടി, റിഡക്ഷൻ കിട്ടി. -3 +1 എന്ന് എഴുതണം കേട്ടോ, റൈറ്റ് ആണെന്ന് അറിയാം. സൾഫർ എത്രയായിരിക്കും? സൾഫർ അല്ല, സോറി, 0 കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. 2 ഒക്കെ മുകളിൽ എഴുതണം കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ഏതാ ഇതാണ് ചെയ്യണേ. ഓന് ചെയ്തോ? -1 -2 കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ. NH3 അല്ലെ, NH3 എന്ന് പറയുമ്പോ എങ്ങനെ വരും? നൈട്രജൻ അല്ലെ. ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. നമുക്ക് അറിയാത്ത നൈട്രജന്റെ ആണ്. ഹൈഡ്രജൻ ഫിക്സ്ഡ് ആണ്, അപ്പൊ തന്നെ കൊടുത്തേക്കണം -1 അല്ലെ. ഓക്കെ, ഹൈഡ്രജന്റെ എക്സെപ്ഷൻ ഒന്നുമില്ല, അപ്പൊ അത് കൊടുക്കുക. ദെൻ എക്സ്, നൈട്രജൻ അറിയില്ല, എക്സ് പ്ലസ് -1 × 3, അപ്പൊ എന്ത് വരും? -3 = 0. ഇങ്ങനെ എഴുതണം കേട്ടോ, = 0. അപ്പൊ x - 3 = 0, x = 3. അപ്പൊ ഇവിടെ +3. ഏതാ കേട്ടില്ല? ശരിയാ, +1 മാറിപ്പോയി. +1 ഹൈഡ്രജൻ +1. അപ്പൊ നേരെ തിരിയോ കേട്ടോ. ഹൈഡ്രജൻ +1 ആണ്, അപ്പൊ എന്ത് വരും? +1 × 3. അപ്പൊ നേരെ തിരിയും, ഇത് -3 കേട്ടോ. ഓക്കെ, ദെൻ ഓക്സിജൻ ഇവിടെ ഫ്രീ സ്റ്റേറ്റ് ആണ്, അപ്പൊ എന്ത് വരും? 0. ദെൻ NO എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കും? x, ഓക്സിജൻ -2 ആണ്, = 0. സോ x = +2. അപ്പൊ ഇവിടെ എന്ത് വരും? +2. നൈട്രജൻ ആണ് +2, ഓക്സിജൻ ഫിക്സ്ഡ് ആണ് -2. ഓരോ എലമെന്റിന്റെ ആണ് ഈ മുകളിൽ എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഹൈഡ്രജൻ +1 ആണ്, ഓക്സിജൻ -2 ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന എലമെന്റ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, -3 +2 ആയി എങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്താ? ഇൻക്രീസ് ചെയ്തു അല്ലെ. അപ്പൊ എന്തായിരിക്കും? ഓക്സിഡേഷൻ കേട്ടോ. ഓർത്തോ കഥ, ഇവിടെ നമ്മള് ഓക്സിഡേഷൻ. എന്തുകൊണ്ടാ? -3 +2 എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടി, അതുകൊണ്ട് ഓക്സിഡേഷൻ. നെക്സ്റ്റ് O2 0 ആണ്, 0യിൽ നിന്ന് എന്തിലേക്ക് മാറിയിട്ടുണ്ട്? -2ലേക്ക് മാറി. 0 രണ്ട് സ്ഥലത്തുണ്ട്, ഏത് സ്ഥലത്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ 0യിൽ നിന്ന് -2ലേക്ക് മാറി, അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, റിഡക്ഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. രണ്ട് സ്ഥലത്തുണ്ട്, എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം, വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, കുഴപ്പമില്ല. അപ്പൊ എന്തായി? റിഡക്ഷൻ കേട്ടോ. അപ്പൊ ഇവിടെ -3 എന്നുള്ളത് +2, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു, ഓക്സിഡേഷൻ. ഇവിടെ 0യിൽ നിന്ന് -2ലേക്ക് വന്നു, അപ്പൊ എന്തായിരുന്നു? ഡിക്രീസിങ് ആണ്, റിഡക്ഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും എന്ന് പറയുന്നതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ അടുത്ത പോയിന്റ്, അടുത്ത ഹെഡിങ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു കുഞ്ഞു പോയിന്റ് ഉണ്ട് ഇവിടെ, സ്റ്റോക്ക് നൊട്ടേഷൻ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. സ്റ്റോക്ക് നൊട്ടേഷൻ സബ് ഹെഡിങ് ആണ്, STOCK, സ്റ്റോക്ക് നൊട്ടേഷൻ, STOCK, സ്റ്റോക്ക് നൊട്ടേഷൻ. എഴുതിയോ? എഴുതി വെച്ചു. അക്കോർഡിംഗ് ടു ദിസ് നൊട്ടേഷൻ, NOTATION കേട്ടോ, നൊട്ടേഷൻ, സ്റ്റോക്ക് നൊട്ടേഷൻ ആണ്, അണ്ടർലൈൻ ചെയ്യുക. അക്കോർഡിംഗ് ടു ദിസ് the oxidation number is expressed by, according to this the oxidation number is expressed by putting a Roman numeral, representing the oxidation number, after the symbol of the metal, in the molecular formula, after the symbol of the metal in the molecular formula. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം ആണ്, പ്രോബ്ലം 7.3 കേട്ടോ. അതിൽ 2 ക്വസ്റ്റൻ ഒന്ന് എഴുതി വെക്കാം. പ്രോബ്ലം 7.3 യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ ക്വസ്റ്റൻ എഴുതിക്കോ കേട്ടോ.
പ്രോബ്ലം 7.3. ഇത് എഴുതുമ്പോൾ ഇതിന്റെ കാര്യം എന്താണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാവും. യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെന്റിംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. അതിൽ 2 എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഒരു 3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. സ്റ്റോക്ക് STOCK കേട്ടോ, സ്റ്റോക്ക് നൊട്ടേഷൻ. So the expression of പ്രോബ്ലം 7.3 കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. Fe2O3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ Fe2O3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ Fe2O3. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ്, വേറെ വലിയ ദിവസം ഇല്ല, ഡിഫറൻറ്റ് ഇല്ല. ഇതിന്റെ ഫൈൻഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ കൊടുക്കുക? 2x പ്ലസ് ഓക്സിജന്റെ എത്രയാ? -2 ഇൻറ്റു എത്ര ഓക്സിജൻ ഉണ്ട് ടോട്ടലി? 3 ഈക്വൽ ടു 0. അപ്പൊ എന്ത് വരും? 2x - 6 ഈക്വൽ ടു 0. സോ 2x ഈക്വൽ ടു 6, x ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ 3 എന്ന് കിട്ടി. ഇനി ഇത് എഴുതുമ്പോൾ ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് നൊട്ടേഷനിൽ എഴുതാൻ പറഞ്ഞാൽ Fe2 കഴിഞ്ഞ റോമൻ ലെറ്ററിൽ 3 എന്ന് കൊടുക്കുക. O3 ഇത്രയേ ഉള്ളൂ പരിപാടി. എങ്ങനെയാണ് ആഫ്റ്റർ അല്ലെ മെറ്റൽ കഴിഞ്ഞിട്ട് റോമൻ ന്യൂമറൽ ഇത് എഴുതണം, ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ മുകളിൽ 3+ എന്നൊക്കെ എഴുതില്ലേ, അതിന് പകരം സ്റ്റോക്ക് നൊട്ടേഷനിൽ എഴുതുമ്പോൾ റോമൻ ന്യൂമറൽ ആയിരിക്കണം കൊടുക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? സെക്കൻഡ് എക്സാമ്പിൾ FeO തനിയെ ചെയ്യണം കേട്ടോ. FeO CuI ചെയ്യണം. CuI രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ FeO എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞ് കാണിച്ചു തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓർത്ത് നോക്കാം. ദെൻ തേർഡ് CuI ഏതായിരിക്കും? മെറ്റൽ അല്ലേ? മെറ്റൽ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എഴുതി വെച്ചല്ലോ, മെറ്റലിന്റെ ആണല്ലോ അല്ലേ? വരൂ. അപ്പൊ എങ്ങനെ കൊടുക്കും? കിട്ടി അല്ലേ? എത്ര കിട്ടി? Fe അല്ലേ? റോമൻ ലെറ്ററിൽ 2 ആണ് കേട്ടോ, 2O. Cu റോമൻ ലെറ്ററിൽ 1 I. കോപ്പർ എല്ലാത്തിലും മെറ്റലാണ്. മെറ്റൽ കഴിഞ്ഞിട്ട് അയഡിൻ ഏത് ഫാമിലിയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ കേട്ടോ. അയഡിൻ -1 ആണ് കേട്ടോ. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അവർക്കെല്ലാം ജനറലി -1 ആണ്. ദെൻ ഇത് മുഴുവൻ തിയറി ചാപ്റ്റർ ആണ്. മെയിൻ ആയിട്ട് അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. 10th പഠിച്ചേക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ അല്ലേ, അത് തന്നെയാണ് കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്. അതിലൊക്കെ റിഡോക്സിന്റെ ഒരു എക്സാമ്പിൾ അതിലൊക്കെ വരുന്ന. അപ്പോൾ ആ ഹെഡിങ് എഴുതുന്നു, റിഡോക്സിന്റെ ഒരു എക്സാമ്പിൾ. അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനിൽ റിഡോക്സ് വരും, ഡീകമ്പോസിഷനിൽ വരും, ഡിസ്പ്ലേസ്മെന്റിൽ വരും. വേറൊരെണ്ണം ഉണ്ട്, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ലാസ്റ്റ് ക്ലാസ്സിന്റെ പേരൊക്കെ പറയിപ്പിച്ചത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓർമ്മയുണ്ടോ? അല്ലേ? ഓർത്ത് നോക്കാം. അതുണ്ട്, അതാണ് ഇതിലൊരു വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, കോമ്പിനേഷൻ റിയാക്ഷൻ. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇന്റർ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ കാറ്റയോണിക് ആൻഡ് ആനയോണിക് സ്പീഷ്യസ്. ഓർമ്മയില്ലേ? അല്ലേ? കണ്ടോ, അവിടെ കിട്ടി, ഹരി കിട്ടി. BaSO4 കിട്ടുന്ന റിയാക്ഷൻ Na2SO4 പ്ലസ് BaCl2 gives BaSO4 പ്ലസ് NaCl. അല്ലേ? ഓർത്ത് നോക്കാം. അവിടെ 2 അയോൺസുകൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ ഹെഡിങ്ങിൽ ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഹെഡിങ് കോമ്പിനേഷൻ റിയാക്ഷൻ ഹെഡിങ് എഴുതി കേട്ടോ.
കോമ്പിനേഷൻ റിയാക്ഷൻ. ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷനിലെ ഫസ്റ്റ് ഹെഡിങ് കോമ്പിനേഷൻ റിയാക്ഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നും കോമ്പിനേഷന്റെ എക്സാമ്പിളോ ഡെഫിനിഷനോ ഒന്നുമില്ല. കാരണം എന്താ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോമ്പിനേഷന്റെ ഡെഫിനിഷൻ എന്താ ഇവിടെ ഇല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. കിട്ടി അല്ലേ? two or more reactants combine to form, എഴുതി വെച്ചു, 2 or more reactants combine to form single product. 2 or more compound react to form single 2 or more reactants combine to form single product. This is known as combination reaction. This is known as combination reaction. Then combination redox ആണെന്ന് പ്രൂവൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് ആദ്യത്തെ കിടക്കുന്നത്. C+O2 gives CO2. അതൊന്ന് പ്രൂവൻ ചെയ്തേ റിഡോക്സ് ആണെന്ന്. ഓക്സിഡേഷനും റിഡക്ഷനും അവിടെ ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യണേ അല്ലേ? വേഗം എഴുതുക കേട്ടോ. C+O2 gives CO2. ഫ്രീ സ്റ്റേറ്റ് ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് എന്തായിരിക്കും? 0 അല്ലേ? അപ്പൊ ഇത് 0 ആണ്, ഇതും 0 ആണ്. CO2 ഓക്സിജൻ ഫിക്സ്ഡ് ആണ്, -2. കാർബൺ എന്തായിരിക്കും? X ചെയ്തു നോക്കാം. X -2 into 2 equal to 0. X is equal to +4. ഓക്കെ, ഇനി ഏതാണ് ഓക്സിഡേഷൻ? വേഗം നോക്കിയേ. 0യിൽ നിന്ന് +4ലേക്ക്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്, ഓക്സിഡേഷൻ. Then 0 -2 എന്തായിരിക്കും? റിഡക്ഷൻ. കേട്ടോ, ഓർത്തോളാം. വേഗം എടുത്തത് ഓക്സിഡേഷൻ റിഡക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്തായിരുന്നു? ഡീകമ്പോസിഷൻ ഡെഫിനിഷൻ അല്ലെ? ഇവിടെ ഡീകമ്പോസിഷന് ഡെഫിനിഷൻ ഇല്ല. എന്തായിരുന്നു ഡീകമ്പോസിഷൻ? ശരിയാ. അല്ലെ, one compound break down to simpler product അല്ലെ, that is known as decomposition. അല്ലെങ്കിൽ വേറെ പറയാം, എന്താണ്? സിംഗിൾ റിയാക്ടൻസ് എന്തായിരുന്നു? break down to form 2 or more products. കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതി വെച്ചോ, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. single reactants break down to form 2 or more products. 2 or more products. 2 or more products. അപ്പൊ എല്ലാ ഡീകമ്പോസിഷനും റിഡോക്സ് അല്ല കേട്ടോ. ഓർത്ത് നോക്കുക, അത് ഓർത്ത് നോക്കുക. നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്നതാണ്. CaCO3 കാൽസ്യം കാർബണേറ്റിന്റെ ഹീറ്റ് ടൈം റിഡക്ഷൻ നടന്നിട്ട് അല്ലെ വരും. അത് റിഡോക്സ് അല്ല, എഴുതി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. ആ സമയത്ത് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അത് എന്താണ്? റിഡോക്സ് ആണ്. അപ്പൊ എല്ലാ ഡീകമ്പോസിഷനും എല്ലാ കോമ്പിനേഷനും ഒന്നും റിഡോക്സ് അല്ല. ചിലത് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. അതിൽ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ ആണ് നിങ്ങൾക്ക് പഠിച്ചതിൽ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റി. എന്താ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ? ഇലക്ട്രോളിസിസ്. ഏതായിരുന്നു? H2O അല്ലെ? H2O ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? H2O. ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? H2 അല്ലെ, പ്ലസ് എന്തായിരിക്കും? ഹാഫ് O2 അല്ലെ? ബാലൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇങ്ങനെ കൊടുക്കുക അല്ലെ? ഓക്കെ, ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ റിഡോക്സ് ആക്കിയേ. H2 ഫ്രീ സ്റ്റേറ്റ് ആണ്, അൺകമ്പൈൻഡ് സ്റ്റേറ്റ് 0. O2 ഫ്രീ സ്റ്റേറ്റ് ആണ്, അൺകമ്പൈൻഡ് സ്റ്റേറ്റ് 0. Then ഹൈഡ്രജൻ ജനറലി എന്തായിരിക്കും? +1. ഓക്സിജൻ എന്തായിരിക്കും? -2. ഇനി +1 0 ആയി, എന്തായിരിക്കും? +1 0 ആയി എന്തായിരിക്കും? റിഡക്ഷൻ. -2 0 ആയി എന്തായി? അല്ലെ, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു, ഓക്സിഡേഷൻ. ഇവിടെ റിഡക്ഷൻ. ഇവിടെ ഓർത്തോക്കാം, വേഗം എടുത്ത് എഴുതാം. ഇതാണ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ അണ്ടറിൽ വരുന്നത്. Then അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നെക്സ്റ്റ് ഹെഡിങ് ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ.
എന്തായിരുന്നു പഠിപ്പിച്ചേ? ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് എ ലോ റിയാക്റ്റീവ് മെറ്റൽ അല്ലെ? ഓർത്ത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പഠിപ്പിച്ചത്. നമ്മൾ പണ്ട് ഓർമ്മയുണ്ടാവും അല്ലെ? CuSO4 plus Fe gives, പറയൂലേ? CuSO4 plus Fe gives FeSO4 plus Cu അല്ലെ? ഓർത്ത് നോക്കുക. നിങ്ങൾ 10th പഠിച്ചേക്കുന്നതാണ്. അതേ എക്സാമ്പിൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ആ എക്സാമ്പിൾ ഒന്ന് ക്ലിയർ ചെയ്ത് കേട്ടോ എടുത്തു പോകണം. ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, ഓർത്ത് നോക്കാം. A metal in a compound can be displaced by another metal. A metal in a compound can be displaced by another metal in the compound. അപ്പോൾ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, പെട്ടെന്ന് ഓർത്ത് വെക്കാം. ഈ ടോപ്പിക് ഒന്നും അങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല. നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത് പ്രൂവൺ ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തരും, എന്നിട്ട് അത് എന്താണ് ജസ്റ്റിഫൈ റിഡോക്സ് റിയാക്ഷൻ, ആ രീതിയിൽ തന്നെയാണ് വരിക. അല്ലാതെ ടൈപ്പ് ഓഫ് റിഡോക്സ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. അത് നിങ്ങൾ ഇതിനു മുമ്പ് നോക്കാത്തതാണ്, അതുകൊണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ടോപ്പിക്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. FeSO4 പ്ലസ് Cu അല്ലെങ്കിൽ Zn ഒക്കെ കൊടുക്കാം നമുക്ക്. CuSO4 പ്ലസ് Fe. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള എലമെന്റുകൾ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഓർത്ത് നോക്കുക. ഈ കോപ്പർ എന്താണ്? അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണ്, 0 ആണ്. ദെൻ Fe എന്തായിരിക്കും? 0 ആണ്. Fe എന്തായിരുന്നു? 0. കാരണം എന്താ, ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നല്ലോ, ഇൻഡിവിജ്വൽ അല്ലേ, ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്. ഓർത്ത് നോക്കുക. ഒറ്റയ്ക്ക് നിന്നാൽ അൺകമ്പൈൻഡ് ഓർ ഫ്രീ സ്റ്റേറ്റ് എന്തായിരുന്നു? 0. അപ്പൊ എളുപ്പമുള്ളത് ആദ്യം എടുത്ത് എഴുതി കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തേക്കുന്നത്, ഒരു മിനിറ്റ് കേട്ടോ, ഇതിൽ എറർ ഉണ്ട്. ഹൈ റിയാക്റ്റീവ് മെറ്റൽ ആണ് കേട്ടോ. ഓക്കെ, ഇക്വേഷൻ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. CuSO4 പ്ലസ് Fe ആണ് എഴുതേണ്ടത്. CuSO4 പ്ലസ് Fe. കാരണം എന്താ, കോപ്പറിനേക്കാളും മോർ റിയാക്റ്റീവ് ആണ് അയൺ കേട്ടോ. ഓക്കെ, ഇക്വേഷൻ മാറിയിട്ടുണ്ടായി. അതിനെന്ത് വരും? FeSO4 പ്ലസ് Cu. FeSO4 പ്ലസ് Cu. ദെൻ ഇവിടെ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഇത് രണ്ടും എന്താണ്? 0 ആയിട്ട് എടുക്കും. ഇനി ഇവിടെ നിങ്ങൾ രണ്ട് രീതിയിൽ പഠിക്കാം. സൾഫേറ്റ് SO4 എത്രയായിരുന്നു ചാർജ്? ഓർമ്മയുണ്ടോ? സൾഫേറ്റ് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ. -2. കാർബണേറ്റ് എന്തായിരുന്നു? -2. നൈട്രേറ്റ് -1. HNO3 അല്ലെ? H പ്ലസ് ആൻഡ് NO3 മൈനസ് CaCO3. അപ്പൊ എന്താ? Ca2 പ്ലസ് ആൻഡ് CO3 മൈനസ്. അപ്പൊ SO4ന്റെ ചാർജ് പഠിച്ചത് 9th-ലാണ്. ഓർമ്മയുണ്ടോ? 9th ഒരു ടേബിൾ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ബേസിക് ടേബിൾ ആണ്. അപ്പൊ അത് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇത് SO4 2- ആണെങ്കിൽ എന്ത് വരും? പ്ലസ്. ഇത് SO4 2- ആണെങ്കിൽ ഇത് എന്ത് വരും? +2. അപ്പൊ SO4 ഒരുമിച്ചാക്കി എടുക്കാം. കാരണം ഇവിടെ SO4 ഈ SO4 നനക്കുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നമ്മൾക്ക് ഓർത്തു നോക്കാം, ഈ സൾഫറിനെ X ഇട്ടിട്ട് തന്നെ കണ്ടെത്തേണ്ടി വരും കേട്ടോ. ഓർത്തു നോക്കാം, സൾഫറിനെ കണ്ടെത്താൻ എങ്ങനെയായിരിക്കും? ഇത് 2 ആണെങ്കിൽ 2 പ്ലസ് സൾഫർ എത്രയായിരിക്കും? സൾഫർ X -2 × 4 ഈക്വൽ ടു 0. അപ്പൊ എത്ര കിട്ടും? 6 കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇവിടെ ഇത് +6 ആയി. ഓക്സിജൻ എന്ത് വരും? -2 ഇവിടെ ഓർത്ത് നോക്കാം. അയൺ. ദെൻ ഇതേ പാറ്റേൺ ആണ് ഇവിടെയും. +2 +6 -2. ഇനി പറ, ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ? Cu2 പ്ലസ് 0 ആയി. അപ്പൊ എന്തായിരിക്കും? പറയൂലേ? റിഡക്ഷൻ. Fe +2 ആയി. അപ്പൊ എന്തായിരിക്കും? ഓക്സിഡേഷൻ. ഓർത്ത് നോക്കാം. ഇത് ഓക്സിഡേഷൻ, ഇത് റിഡക്ഷൻ ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്സിഡേഷനും
റിഡക്ഷൻ. ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ഓക്കെ, അപ്പോ ഇത്രയും 3 ആയി. ഇനി അടുത്തതാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. സ്പെല്ലിംഗ് എന്ന് പറയാം കേട്ടോ, വലിയ ഇതാണ്. DIS നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ആണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. DIS PROP ORT ION ATION. DIS PROP ORT ION ATION. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓർത്ത് നോക്കുക, അണ്ടർലൈൻ ചെയ്യാം. ഡിസ്പ്രൊപ്പോർഷണൽ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഒരു സിംഗിൾ എലമെന്റിന് ഓക്സിഡേഷനും നടക്കും, റിഡക്ഷനും നടക്കും. നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഈസ് നോൺ ആസ് റിഡോക്സ് എന്നാണ് പറയുന്നത്. റിഡോക്സ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ നടന്നാൽ മതി, രണ്ടാൾക്കാർക്കാണ്. ഇവിടെ അതല്ല, ഒരു സിംഗിൾ എലമെന്റിന് റിഡോക്സ് വരും, ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും. ഓർത്ത് നോക്കാം, മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു. In a disproportionation reaction, an element in a disproportional reaction, an element in one oxidation state is simultaneously oxidized and reduced. Simultaneously oxidized and reduced. Element ആണ് കേട്ടോ, one element ആണ് കേട്ടോ. ഓർത്ത് നോക്കുക, element in one oxidation state is simultaneously oxidized and reduced. അപ്പോൾ ഇതുപോലത്തെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ വരുന്നത് വളരെ റയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ ഇത്രയും സമയം ചെയ്തേക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സാമ്പിൾസും കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത എക്സാമ്പിൾ അതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഡീകമ്പോസിഷൻ വന്നിട്ട് ഇത് H2O and O2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. H2O plus O2, H2O plus O2 ബാലൻസ് ചെയ്യും. 2 വരും, 2H2. ഇനി പെറോക്സൈഡിൽ ഓക്സിജന്റെ ചാർജ് എത്രയായിരിക്കും? പെറോക്സൈഡിൽ -1. പെറോക്സൈഡിൽ എന്തായിരുന്നു? -1. ഹൈഡ്രജൻ +1 തന്നെയാണ്. ദെൻ ഹൈഡ്രജന് +1 തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. സാധാരണ ഓക്സൈഡ് ആണ് -2. ഇനി ഫ്രീ സ്റ്റേറ്റ് എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫ്രീ സ്റ്റേറ്റിൽ എത്രയായിരുന്നു? 0. അൺകമ്പൈൻഡ് ഓർ ഫ്രീ സ്റ്റേറ്റ് 0. അങ്ങനെ വന്നു. ഇനി ഇവിടെ നോക്കുക, ഓക്സിജൻ -1 എന്ന് പറയുന്നത് -2 ആയി. അപ്പോ ഡിക്രീസ് ചെയ്തു അല്ലെ? -1 -2 ആയി ഡിക്രീസ് ചെയ്തില്ലേ? ഡിക്രീസ് ചെയ്താൽ എന്തായിരിക്കും? റിഡക്ഷൻ. ഡിക്രീസ് ചെയ്ത റിഡക്ഷൻ. ദെൻ -1 0 ആയി. -1 0 ആയി. അപ്പൊ എന്തായിരിക്കും നന്ദന? റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? ഓക്സിഡേഷൻ. അപ്പൊ ഓക്സിഡേഷൻ. ഇനി ശ്രദ്ധിക്കുക, റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് ഒരു സിംഗിൾ എലമെന്റിന് നടന്നു അല്ലെ? അങ്ങനെ സിംഗിൾ എലമെന്റിന് നടന്നാൽ എന്തായിരിക്കും? സിംഗിൾ എലമെന്റിന് ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ്ലി നടന്നാൽ ഉറക്കനെ പറഞ്ഞോ, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു നോക്കണം കേട്ടോ. ഒരു മിനിറ്റ് തരാം, ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ കാണാതെ പറയണം. ഇപ്പൊ എല്ലാവരും H2O2 gives H2O plus O2 കേട്ടോ. ഓർത്ത് നോക്കുക, ഡീകമ്പോസിഷൻ ഓഫ്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്നത് പെറോക്സൈഡ് ആണ് അല്ലെ? പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ തന്നെ H2O plus O2 വരും. ഇപ്പൊ ഡിസ്പ്രൊപ്പോർഷൻ ഡെഫിനിഷൻ ആയിട്ട് തന്നെ പറയണം. എന്തായിരുന്നു അല്ലെ? അക്കോർഡിംഗ് ടു ദ ഡിസ്പ്രൊപ്പോർഷൻ റിയാക്ഷൻ എന്താണ്? ആൻ എലമെന്റ് അല്ലെ? ആൻ എലമെന്റ് എന്താണ്? ഇത് നടക്കും simultaneously
ഓക്സിഡൈസ് ആൻഡ് റിഡക്ഷൻ അല്ലെ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. പിടിച്ചോ? ഓക്കെ, കണ്ടോ? വിമൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. വെരി ഗുഡ്. വേഗം പറഞ്ഞു വിത്ത് എക്സാമ്പിൾ. Protonation reaction is when oxidation and reduction happens to an element simultaneously. H2O2 gives 2H2O plus O2. ആ ലൈനാ പിടിക്കുന്നത്. ഇങ്ങനെ വരാൻ നേരം ഇപ്പൊ സമയം ഇങ്ങനെ പോയി. അടുത്ത മീനാക്ഷിയാണ് കേട്ടോ. റെഡി ആക്കി. മീനാക്ഷി. simultaneously reduce അല്ലേ? ഓക്കെ, simultaneously oxidation and reduction. ഓക്കെ, എക്സാമ്പിൾ. O2 അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഹെഡിങ് എന്തായിരുന്നു? ഹെഡിങ്ങും കൂടി പറയണം. റിയാക്ഷൻ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ റെഡി ആയിക്കോ. ഓർത്തോ പറഞ്ഞു കഴിഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ 4 എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ട് കിട്ടണം. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ 4 കേട്ടോ. ഓർത്ത് നോക്കാം. ബാക്കി 3 കൂടി പറഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു. And reduction. Okay, example. O2. Then പറഞ്ഞു കഴിഞ്ഞ ആൾക്കാർ ബാക്കി 4 പോകും കേട്ടോ. എക്സാമ്പിൾ. 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 Then Samuel, മനെ പറ. കേൾക്കാം. ഓക്കെ ആണ്. എക്സാമ്പിൾ. നെക്സ്റ്റ് വേദാദിയ കേട്ടോ. ഓർത്ത് നോക്കാം. കേൾക്കാം, പറഞ്ഞു. എക്സാമ്പിൾ. വർത്താനം പറയല്ലേ പ്രശ്നം. ഓക്കെ, ഞാൻ അടുത്ത ആള് പറഞ്ഞു. 2 പേരും ഇല്ലേ? കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 4 ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. അടുത്ത ഹെഡിങ് എഴുതുക കേട്ടോ. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ റിഡോക്സ് റിയാക്ഷൻസ് അതിന്റെ അയണിക് ഇക്വേഷൻ വെച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ബാലൻസിങ് റിഡോക്സ് എന്ന് പറയുന്നതാണ്.
അപ്പോൾ അതിന്റെ സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് അതിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഹെഡിങ് എഴുതി വെക്കാം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അതില് ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 സ്റ്റെപ്സ് ആണുള്ളത് കേട്ടോ. ഓർത്ത് നോക്കുക. ആ 5 സ്റ്റെപ്പിന്റെ പേരാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് 1 ഹൈഫൻ എഴുതാം. സ്റ്റെപ്പ് 1, write the correct formula for each reactant and product. Write the correct formula for each reactant and product. Step 1. കേട്ടോ ഓർത്ത് നോക്കാം. നിങ്ങൾ എല്ലാ സ്റ്റെപ്പും പറയിപ്പിച്ചിട്ട് വിടുള്ളൂ കേട്ടോ. ഓക്കെ. റൈറ്റ് ദ കറക്റ്റ് ഫോർമുല ഫോർ ഈച്ച് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. ബ്രാക്കറ്റിൽ അതിന്റെ ഷോർട്ട് ഫോം എഴുതി വെക്കുക. സ്കെലിറ്റൽ അയണിക് ഇക്വേഷൻ. സ്കെലിറ്റൽ അയണിക് ഇക്വേഷൻ. അൺബാലൻസ്ഡ് ഇക്വേഷനെയാണ് സ്കെലിറ്റൽ ഇക്വേഷൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. സ്കെലിറ്റൽ അയണിക് ഇക്വേഷൻ. സ്കെലിറ്റൽ അയണിക് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പ് 1 സ്കെലിറ്റൽ അയണിക് ഇക്വേഷൻ എഴുതിയാലും മതി. സ്റ്റെപ്പ് 2, assign oxidation number. Assign oxidation number. Assign oxidation number. കേട്ടോ, ഷോർട്ട് ആക്കി എഴുതി വെച്ചേക്കുന്നതാണ്. ഐഡന്റിഫൈ ആറ്റം വിച്ച് അണ്ടർഗോ ചേഞ്ച് ഓഫ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്നാണ്. അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എഴുതുമ്പോൾ അസൈൻ ഓക്സിഡേഷൻ നമ്പർ. നമ്മൾ ഇതാണ് അസൈൻ ഓക്സിഡേഷൻ നമ്പർ. ആദ്യം ഇതിന്റെ സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതി, എന്നിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അസൈൻ ഓക്സിഡേഷൻ നമ്പർ. ഇത് രണ്ടും നമ്മൾ ഇപ്പോൾ ചെയ്ത കാര്യമാണ് കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല. തേർഡ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3. അടുത്ത ലൈനില് സ്റ്റെപ്പ് 3. Calculate the increase and decrease of oxidation number. Calculate the increase and decrease of oxidation number. Calculate the increase and decrease of oxidation number and make them equal. And make them equal. And make them equal. And make them equal. ഇത് മുതലാണ് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്തേക്കുന്നതിൽ ഇതില്ല കേട്ടോ. ഓർത്തത് നമ്മൾ ഓക്സിഡേഷൻ എഴുതി അല്ല, ഇൻക്രീസ് ഓർ ഡിക്രീസ് കിട്ടി. ഏതാ ഇൻക്രീസ് ചെയ്തേക്കുന്നത്? -1. എത്രയായി മാറി? -2. എത്രയാ ഡിഫറൻസ് വന്നേക്കുന്നത്? -1 നിന്ന് 1. അങ്ങനെ ഓർത്താൽ മതി. ഡിഫറൻസ് ഓർത്തു എന്ന് പറയുമ്പോൾ 1. ഓക്കെ. ഇനി ഇവിടെ നിന്നാണെങ്കിൽ എന്തായിരുന്നു ആക്ച്വലി വരുന്നത്? എത്രയായിരുന്നു ഡിഫറൻസ് വന്നേക്കുന്നത്? 1. കണ്ടോ ഓർത്ത് നോക്കുക. അപ്പൊ അങ്ങനെ എഴുതുന്നതിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. ഇൻക്രീസ് ഓർ ഡിക്രീസ് അത് കണ്ടിട്ട് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആക്കുന്ന പ്രോസസ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ അതാണ് തേർഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 4. അടുത്ത സ്റ്റെപ്പ് 4. Step 4. As the reaction occur in the acidic medium, as the reaction occur in the acidic medium, bracket add H plus. Acidic medium ആണെങ്കിൽ എന്ത് കൊടുക്കാം? bracket എന്താണ്? add H plus. Or basic medium, bracket add OH minus A. As the reaction occur in the acidic medium, bracket എന്ത് എഴുതണം? add H plus. Or എന്താണ്? basic medium within bracket add OH minus. OH minus നമുക്കറിയാലോ, ബേസിന് കൊടുക്കുന്ന OH minus. അതാണ് സ്റ്റെപ്പ് 4. Then step 5. Finally count the hydrogen atom. Finally count the hydrogen atoms. Finally count the hydrogen atom and add appropriate number of water molecule. And add appropriate number of water molecule. Finally count the hydrogen atom and add appropriate number of water molecule. Finally count the hydrogen atom and add
appropriate number of water molecule. ഇത് മാത്രമാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇത് സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ മാറും. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മെജോറിറ്റി ആയിട്ടുള്ള ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പൊ ഈ എഴുതിയേക്കുന്ന ടോപ്പിക്. ബാക്കിയുള്ളതെല്ലാം ഒരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതെന്താണ് റിഡോക്സ് ആണെന്ന് ചോദിക്കും, അതിൽ കോമ്പിനേഷൻ ആണെന്ന് ചോദിക്കും. ചിലപ്പോൾ മനസ്സിലായി പുറത്ത് റിഡോക്സ് ആണെന്ന് ജസ്റ്റിഫൈ ചെയ്യാം കേട്ടോ. ചിലത് റിഡോക്സ് ഒന്നും അല്ലാത്തത് തരും, എന്നിട്ട് അത് ചോദിക്കും. അപ്പൊ നമ്മൾ റിഡോക്സ് അല്ലാന്ന് എഴുതും. അത്രയൊക്കെ ഉള്ളൂ അതിൽ മെയിൻ ആയിട്ട് എക്സസൈസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ. പക്ഷേ ഈ സ്റ്റെപ്പുകൾ പഠിച്ചാൽ മാത്രമാണ് അടുത്ത ക്ലാസ്സിലെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുള്ളൂ. 5 സ്റ്റെപ്പ് കേട്ടോ. ഓർത്തോ. ഈ 5 സ്റ്റെപ്സും നിങ്ങൾ എല്ലാവരും പറഞ്ഞു കേൾപ്പിക്കും. നമ്മൾ ഇവിടുന്ന് പോകും കേട്ടോ. ഓക്കെ, അപ്പോ ഓർത്ത് വെക്കുക എന്തൊക്കെയായിരുന്നു. ഫസ്റ്റ് അസൈൻ, സോറി ഫസ്റ്റ് എന്തായിരുന്നു? write the skeletal equation അല്ലേ? ഓർത്ത് വെക്കുക. അങ്ങനെ ഓർത്ത് വെക്കുക, write the skeletal equation. സെക്കൻഡ് എന്തായിരുന്നു? assign oxidation number. തേർഡ് എന്തായിരുന്നു? calculate increase or decreasing അല്ലേ oxidation number and make them equal. ഫോർത്ത് എന്തായിരുന്നു? ആസിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? add H plus. ബേസിക് ആണെങ്കിൽ OH minus കേട്ടോ. ഓർത്ത് നോക്കുക. then last step finally count the അല്ലേ add appropriate number of water molecule അല്ലേ? ഓർത്ത് നോക്കുക. അപ്പോ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ലാസ്റ്റത്തെ പറയുന്ന സ്റ്റെപ്പ് കേട്ടോ. ഓർത്ത് ഇങ്ങനെ 5 സ്റ്റെപ്പ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇൻഡിവിജ്വലി അത് പറയണം, എല്ലാവരും പറയണം, എന്നിട്ട് നമ്മൾ വിടുകയുള്ളൂ കേട്ടോ. കറക്റ്റ് ഓർഡറിൽ പറയണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ഇത് ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു തുടങ്ങും കേട്ടോ. ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞ ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടി ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് തന്നെ വേഗം തുടങ്ങിക്കോ കേട്ടോ. വേഗം പറഞ്ഞേപ്പിക്കും. വേഗം പറഞ്ഞാൽ വേഗം പോവാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരും പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, റൈറ്റ്. സ്റ്റെപ്പ് വെച്ച് പറയണം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2. ഏതാ? assign the oxidation number. Step 3, calculate the increase and decrease in the oxidation number and make it equal. Step 4, it happens in acidic medium, add H plus ion, and if it happens in basic medium, add OH minus ion. Step 5, count the number of hydrogen atoms and add appropriate number of hormones. വെരി ഗുഡ്. ഓർത്തോ. ഒരു ക്ലാപ്പ് കൊടുത്താൽ നന്നായിട്ട് പറഞ്ഞു അല്ലേ? നല്ല രസമായിട്ടുണ്ടായി. ഓക്കെ, അടുത്ത ആള് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ ചോദിക്കണുള്ളൂ. ആരെങ്കിലും കേട്ടോ. ഓർത്ത് നോക്കാം. പറഞ്ഞു. ഈക്വൽ OH minus ion. ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. വെരി ഗുഡ്. എന്ത് ചെയ്യാം? ഓക്കെ ആണോ? പറഞ്ഞു കേട്ടോ. ഇറങ്ങിക്കോ കേട്ടോ. ഈക്വൽ As the reaction occurs in add H plus ion or basic medium, add OH minus ion. Finally, count the number of hydrogen atoms and add appropriate quantities. ഓക്കെ, ഞാൻ അടുത്ത ആളോട് പറയാം.
ആ ഇത്തിരി മൈക്ക് എടുത്ത് വെച്ചു, നേരത്തെ പറഞ്ഞ പോലെ മൈക്കൊന്ന് എടുത്തു പറഞ്ഞു. ആ കേൾക്കാം, പറഞ്ഞു പറഞ്ഞു. ആ ഓക്കെ. ആ ആ റൈറ്റ് ആണ് കേട്ടോ, ഓർത്തു. നിങ്ങൾ ഇറങ്ങിക്കോ കേട്ടോ. ഓക്കെ, ഇതേ ഓൺലൈനിലെ ആൾക്കാർ ഫസ്റ്റ് പറഞ്ഞു കേട്ടു. ആ ഞാൻ പറഞ്ഞു. ആ ആ ഓക്കെ ഇറങ്ങി കേട്ടോ. H plus ion. Last. Okay. Station number and OH minus. Okay, ഇനി രണ്ട് കൂടി. ഒരു പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. ആ വാട്ടർ മോഡൽ. വാട്ടർ മോഡൽ പറഞ്ഞു പറഞ്ഞു. ടാഗ് എടുത്ത വെച്ചുകൊണ്ട് വെച്ചു, അല്ലെങ്കിൽ അന്നേരം റെഡിയാണോ? പറഞ്ഞു. അവിടെ കൈ ഉയർത്തി. ആ എന്നാ പറഞ്ഞു.